എനിക്ക് ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഇവൾ പറഞ്ഞു. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ എല്ലാവർക്കും നമസ്കാരം. ഷിംജിത എന്ന അപരാധി, ദീപക് എന്ന് പറയുന്ന ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തു. അതേ തുടർന്ന് അവളിപ്പം സുകുമാരക്കുറുപ്പ് കളിക്കുകയാണ്. ഒളിവില്ല, നാടൊക്കെ ഓടി നടക്കുവാണ്. ബഹ്റൈൻ, പിന്നെ ദുബായ്, പിന്നെ മാംഗ്ലൂര്, അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് ഇവിടെ കണ്ടെന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സുകുമാരക്കുറുപ്പ് കളിക്കുകയാണെന്ന്. ഈ പുന്നാര മോളെ എത്രയും പെട്ടെന്ന് അകത്താക്കണം. ഇവളുടെ കയ്യിൽ വിലങ്ങും വെച്ച് ഇവളെ കൊണ്ടുപോയി തൂക്കുകയറിൽ കയറ്റുന്നതാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്കറിയാം. ഇവൾ ആഗ്രഹിച്ചതുപോലെ ഇവക്കിപ്പോ പാൻ ഇന്ത്യൻ അല്ല, ഇന്റർനാഷണൽ റീച്ച് കിട്ടിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഈ പുന്നാര മോൾ ഇപ്പൊ വൈറലായിരിക്കുന്നത്. എന്തായാലും നീ ആഗ്രഹിച്ചതിന്റെ അപ്പുറം നിനക്കിപ്പോ ദൈവം തന്നല്ലോടി. കുന്നോളം ആഗ്രഹിച്ചോ കുന്നിക്കുരുവോളം തരുമെന്ന് പറഞ്ഞിട്ട് നീ കുന്നിക്കുരുവോളം ആഗ്രഹിച്ച് നിനക്ക് കുന്നോളം കിട്ടിയല്ലോ. നിന്റെ അണ്ണാക്കിൽ തന്നെ നിനക്ക് കിട്ടിയല്ലോ. നിന്നെപ്പോലെ ഒരു കാവടി മോള് കാരണം ഒരു നിരപരാധിയുടെ ജീവൻ പോയി. അതിന് നീ ഉത്തരം പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അന്ത്യമാണ് അതിന്റെ ഉത്തരം. അതിന്റെ അപ്പുറം നിനക്ക് അതിൽ കവിഞ്ഞ് വേറെ ശിക്ഷയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ കുറെ മുതലെടുപ്പ് നടത്തുന്ന കുറെ നാറികളുണ്ടെന്ന് ഞാൻ പല വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷിംജിതയോട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ വെച്ചിട്ട് റീച്ചിന് വേണ്ടി മുതലെടുപ്പ് നടത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എന്നാൽ അക്ബറിന്റെ ബിന്നിയുടെയൊക്കെ കേസ് സംസാരിച്ചിട്ടില്ലേ, അവര് ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവായിട്ട് പുറത്ത് വന്ന് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ഇടുന്നു. ഇതേ അനുഭവം തന്നെയാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങളും സൈബർ അറ്റാക്ക് നേരിട്ടു. നാണമില്ലേ നിനക്കൊക്കെ? അങ്ങനെ കുറെ എണ്ണമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കയറിയിട്ട് ഇതിനെ വെച്ച് മുതലെടുപ്പ് നടത്തി സ്വന്തം നെഗറ്റീവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടീംസുകൾ അടക്കം വരുന്നുണ്ട്. അതുപോലത്തെ ഊളകളെന്ന് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ ദീപക്കിനുണ്ടായ അവസ്ഥ ഇനി ഒരു പുരുഷനും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഈ ഷിംജിതയെ പോലുള്ള ഒരു അപരാധി മോളും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ദീപക്കിന് നീതി ലഭിക്കണം. ആ കുടുംബത്തിന്റെ കണ്ണുനീരിന് ഒരു റിസൾട്ട് ഉണ്ടാവണം. ആ കുടുംബം, അച്ഛന്റെ അമ്മയുടെ അവസ്ഥ, അതൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അല്ലാണ്ട് കണ്ട അപരാധികൾ കാണിച്ചു കൂട്ടിയതുപോലെയാണ് ഞങ്ങളുടെയും ജീവിതം കുറെ പേര് ഇങ്ങനെ നെഗറ്റീവ് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ നിനക്കൊക്കെ ഉളുപ്പില്ല ചങ്ങായിമാരെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അതുപോലെ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഗോൾ അടിക്കാനും ഗ്യാപ്പ് അടിക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഷിംജിത എന്നെ വിളിച്ചിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു, അവളെന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തുവാടെ ചങ്ങായി നീയൊക്കെ ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഉണ്ടാക്കുന്ന. ആദ്യം ഇവള് ദുബായിൽ എങ്ങാണ്ട് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഞാൻ ആ വോയിസ് ഒന്ന് കൊടുക്കാം. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഒരു കണ്ണൂരിലുള്ള ഒരു തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്. സംഭവം അവളിവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കണേന്ന് പറഞ്ഞു. അതുള്ളത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ആര് കണ്ടു കഴിഞ്ഞാലും സ്പോട്ടിൽ ഫോട്ടോ എടുക്കുക. അതുപോലെ ഇവിടെ ഫോളോ ചെയ്യുക. ഇവിടെ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, ആര് കണ്ടു കഴിഞ്ഞാലും ഫോളോ ചെയ്ത് പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കുക. ഇവളെ പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വരെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇവള് എങ്ങനെയാടാ ഈ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. പോലീസുകാർ തക്കതായ രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവളെ ഇതിനു മുമ്പേ പിടിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യം ഈ ദീപകിന്റെ സുഹൃത്തുക്കള് കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കേസ് എടുക്കാൻ വയ്യ. ദീപകിന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ എന്നാണ് ഈ വീഡിയോ കണ്ടിട്ടൊക്കെ അവർ പറഞ്ഞത്. ആ ഒരു അവസ്ഥയായിരുന്നു ആദ്യം. എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോഴാണ് പോലീസുകാർക്ക് കേസ് എടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോയത്. അങ്ങനെയാണ് അവർ കേസ് എടുത്തത്. മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയ ചർച്ച ആയതുകൊണ്ട് മാത്രമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഇവളെങ്ങാണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വരെ ഡൗട്ടില്ല. ഇതില്ല. മനസ്സിലായ? ചിലപ്പോ കാണും, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പോലീസുകാരില്ലേ ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാനും പാടില്ല. ഇനി വേറൊരു ചങ്ങായുടെ വീഡിയോ ഞാൻ കൊടുക്കുക. എന്റെ പൊന്നളിയാ, നീ ഇതെന്തുവാ പറയുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എനിക്ക് ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഇവൾ പറഞ്ഞു. നിനക്ക് രക്ഷപ്പെടുത്താൻ ഞാൻ സത്യം പറയുന്ന അവളെ നല്ലപോലെ പൊരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ മറുപടി പറയുമ്പോൾ ഫോൺ പേടിച്ചിട്ട് കട്ട് ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പല സ്ഥലങ്ങളിൽ അവളെ മൊത്തം തെരഞ്ഞ് പല അധികൃതർ പല നിയമത്തിനെ സംബന്ധിച്ച പല ആൾക്കാർക്കും ഞാൻ വിളിച്ച്, DSP എല്ലാം മൊത്തം ആൾക്കാർക്ക് വിളിച്ച് ഞാൻ അന്വേഷിച്ചു. പക്ഷെ അവരിൽ ഞാൻ പറയുന്ന രീതിയിൽ എല്ലാം മൊത്തം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന വേണ്ട കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വൈകാതെ ഓക്കെ, ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് വിളിച്ചെന്നാണ് ഇവൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല ശരിയാണെന്ന്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷിംജിത എന്ന് പറയുന്ന അവളുമായിട്ട്, ആ നായിന്റെ മോളുമായിട്ട് ഇവൻ എന്താണ് കമ്പനി?
ഇവൻ അവളുടെ ആരാണ്, സുഹൃത്താണോ ഇനി ബ്രദറാണോ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് റിലേഷനാണ് ഇവർ തമ്മിലുള്ളതെന്ന് അറിയില്ല. കാരണം ഒരു പെൺകുട്ടി ഇവനെ വിളിച്ചിട്ട് രക്ഷിക്കണമേ എന്ന് പറയണമെങ്കിൽ അവർ തമ്മിൽ അത്രയും ബോണ്ട് ഉണ്ടാകണമല്ലോ. ഇനി അങ്ങനെ ഒരു കോണ്ടാക്ട് അവളിൽ നിന്നും ഇവൻ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക. ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ പിടിക്കാൻ പറ്റും. ഇവന്മാരൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ. ഇവന്മാർ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് മുതലെടുപ്പ് നടത്തുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തോ അങ്ങനെ എനിക്ക് തോന്നി. കാരണം അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ചീത്ത പറഞ്ഞു വെച്ചെന്ന്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കേസ് ആയ സ്ഥിതിക്ക്, ഇങ്ങനെ ഒരു വിഷയം ആയ സ്ഥിതിക്ക് അവൻ ആ വോയിസ് റെക്കോർഡ് ചെയ്യുമായിരുന്നല്ലോ. അതെങ്കിലും ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പുന്നാരമോൾ ഇവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പോലീസിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഇവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവനൊക്കെ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയില്ല. ഇവനെയൊക്കെ പോലുള്ള ഇങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നവരെ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യണം. ഏത് രീതിയിലാണ് ഇവള് ബന്ധപ്പെട്ടത് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. എന്തോന്നല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഇടയിൽ കുറെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. കുറെ എണ്ണമെന്ന് അവരെ സ്വയം വെളുപ്പിക്കുന്നുണ്ട്. ബിന്നി ആയാലും അക്ബർ ആയാലും വന്നിരുന്ന് അങ്ങ് വെളുപ്പിക്കുകയാണ്, ഞങ്ങൾ സൈബർ അറ്റാക്ക് നേരിട്ടുണ്ട്. നിനക്കൊക്കെ ഉളുപ്പില്ല ഇങ്ങനത്തെ ഒരു കേസുമായിട്ട് നിന്റെയൊക്കെ ഓഞ്ഞ മറ്റേ ബിഗ് ബോസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. നാണമില്ല നിനക്കൊക്കെ? നാണം തോന്നുന്നില്ലേ? ലെവലേഷം അങ്ങനെ കുറെ എണ്ണം. ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് പാൻ ഇന്ത്യൻ പോയിട്ട് ഇന്റർനാഷണൽ റീച്ച് ആയിട്ടുണ്ട് ന്യൂസ്. അതിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ ഈ സിംജിതയുടെ മറ്റൊരു കള്ളത്തനം ഞാൻ ഇപ്പൊ പൊളിച്ചടിക്കി തരാം. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവള് മൊത്തം ഇലുമിനാണ്ടി ഇല്ലായിരുന്നു. അതെന്തെന്നറിയാവോ? ഇവള് പറഞ്ഞതും ഇവള് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ബസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് ആരും അറിഞ്ഞിട്ടുമില്ല. ഇവള് പറയുന്നത് ആ വ്യക്തി ഇറങ്ങി ഓടി, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണെന്ന്. എന്നാൽ ബസ് ജീവനക്കാരടക്കം അല്ലെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരടക്കം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതോ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. പന്ന മോള് റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണ്. അല്ലെങ്കിൽ ഇവൾ എന്തിനു ഓടി വിളിക്കണം? ഇനി ആ ഒരു വിഷയം ഇവള് പറഞ്ഞല്ലോ. ഇവള് പറഞ്ഞ എന്താ, വേറൊരു ചേട്ടൻ കണ്ടു, അവൾ അച്ഛൻ കണ്ടു, അവൾ അച്ഛൻ്റെ അച്ഛൻ കണ്ടു, മോള് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ബസ് ജീവനക്കാർ പറയുന്നത് കേട്ടോ. നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. കേട്ടല്ലോ, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പരാതിയും ബസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പുന്നാര മോളെ അത് ഇടയെന്നാണ് വലിച്ചെടുത്ത് ഇവൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. സത്യം പറയല്ലോ, ഇവളെ ഇതാണ് ചെയ്യേണ്ടത്. പോലീസുകാർ ദയവ് ചെയ്തിട്ട് ഈ പുന്നാര മോളെ അറസ്റ്റ് ചെയ്യണം. ഇനി ഒരു കാവടി മോളും ഇങ്ങനെ ഉണ്ടാവരുത്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവളെ ഒളിപ്പിച്ച് നിർത്തുന്ന ഇവളുടെ കൂട്ടുകാരുണ്ടാവാം, കുടുംബക്കാരുണ്ടാവാം, ആരും ഉണ്ടാവാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആണുങ്ങളായിട്ടുള്ളവരല്ല ആരായാലും നാളെ നിങ്ങൾക്ക് ഇതേ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇവളെ പോലത്തെ ഒരു കാവടി മോളെ നിയമത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നവർക്ക് പുണ്യം കിട്ടും കേട്ടാ. നിയമത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുക. ഇവൾ അനുഭവിക്കണം. ആ ദീപക് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച മാനസികാവസ്ഥയും ആ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്ന മാനസികാവസ്ഥയുടെയും എല്ലാത്തിന്റെയും ശാപവും എല്ലാ പ്രാക്കും ഇവളുടെ തലയിൽ വീഴുന്ന ഇവൾ അനുഭവിക്കണം. ഇവൾ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പാടില്ല. ഇവളെ നല്ലപോലെ അനുഭവിക്കണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവള് തളർന്ന് തരിപ്പണമാവണം. ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാതെ ഇവള് ഇരന്നിരന്ന് ചാവണം. അതാണ് എനിക്ക് കാണേണ്ടത്. ഇവൾ അത്രയും ഗതി പിടിക്കാതെ പോകണം. കാരണം അങ്ങനത്തെ ഒരു പുന്നാര മോളാണ്. നിനക്ക് എങ്ങനെ തോന്നാടി കള്ള കടുവാടി മോളെ? ഇവള് വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, കേൾക്കാം. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ, വടകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട്, അതായത് ഇവളെ അച്ഛനാണ് അവിടെ ഇരുന്നത്, വിളിച്ചിട്ട് ഇവള് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരുത്തൻ അങ്ങനെ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ട് അവന് വച്ചു കൊടുത്ത് മാക്സിമം അവനെ കൊണ്ട് തട്ടാൻ ശ്രമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ തട്ടിയിൽ അവസാനം എങ്ങനെയോ അവൻ ബാഗ് കയ്യിലെടുത്തപ്പോ എന്റെ സാമാനത്തിൽ തട്ടി. അങ്ങനെ ഞാൻ അതൊരു കണ്ടന്റ് ആക്കിയിട്ടുണ്ട് സാറേ, ഞാനൊന്ന് വീഡിയോ ഇടട്ടെ ഇങ്ങനെ ചോദിച്ചെന്നാണ് ഇവള് പറയുന്നത്. പുന്നാര മോളെ, നിന്നെ ഒരയ്ക്കണം. ഇനി അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവള് പോയിട്ടുമില്ല, അങ്ങനെ ഒരു പോലീസുകാരെ ഇവള് വിളിച്ച് അറിയിച്ചിട്ടില്ല, ഒന്നുമില്ല. റിപ്പോർട്ടറിൽ ഒന്ന് കാണാം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്ന് പച്ചക്കള്ളം പറഞ്ഞു ഷിൻജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വസ്തുതയായിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കള്ളം അത് പൊളിഞ്ഞു വീഴുകയാണ്. അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ? വടകര പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരോടും ഇവളിങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. കള്ള കടുവാടി മോള് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. ഇതിന്റെ അപ്പുറം ഇനി എന്താണ് വേണ്ടത്? ഇവളെ ന്യായീകരിക്കുന്ന കുറെ കാവടി മക്കളുണ്ട്. ഇവിടെ ന്യായീകരിക്കുന്ന മറ്റേ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ വേറെ കുറെ പോങ്ങത്തികളുണ്ട്, കുറെ ഫെമിനിസ്റ്റുകളുണ്ട്, കുറെ ഊളന്മാരുണ്ട്, ഊളത്തന്മാരുണ്ട്, കുറെ ഉണ്ട്.
ഇതിന്റെ അടുത്തൊക്കെ ഇനി എന്താ പറയേണ്ടത്? ഇത്രയും പോരെ, ഇത്രയും തികഞ്ഞില്ലേ നിനക്കൊന്നും? ഇത്രയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേടേ? ഞാന് നമ്മുടെ ഗണേശ് അണ്ണൻ പറയുന്ന ഒന്നും കൊടുക്കാം. ഗണേശ് അണ്ണന് എവിടെ എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാ നിൽക്കുകയാണ്. കണ്ടു നോക്കാം. ഈ ചിലർക്ക് ഈ കാലം മാറിയെങ്കിലും അവരിത് അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊന്നും കൈകിടക്കും. വളരെ കഷ്ടമായി. KSRTC ബസ്സിനകത്ത് എടുത്തോട്ടെ, അത് നമുക്കൊരു പബ്ലിസിറ്റി അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും വേണ്ട എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ എനിക്ക് എന്റെ റീൽസ് എടുക്കാം, എനിക്ക് പാട്ട് പാടാം, റീൽസ് എടുക്കാം, ഡാൻസ് ചെയ്യണം, എല്ലാവരുടെയും റീൽസ് എടുത്ത് നമ്മൾ ഇടരുതെന്നുള്ളത്. ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം, അത് പോലീസിന് കൈമാറാം, അതിന്റെ അതോറിറ്റികൾ കൈമാറാം. അല്ല അത് പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ ആളുടെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനോട് യോജിപ്പില്ല. അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, KSRTCയിൽ മാത്രമായി റീലുകൾ എടുക്കരുതെന്ന് പരസ്യം വയ്ക്കാനൊന്നും പറ്റൂല. അതെങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ് അല്ലേ? മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ റീലുകൾ എടുക്കാൻ പാടില്ല. അതല്ലെങ്കിലും പാടില്ല. അത് പൊതുതരത്തിലും പാടില്ല, KSRTCയിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും പാടില്ല. നമ്മുടെയൊക്കെ സെൽഫി വേണമെങ്കിൽ എടുക്കാം, വൃത്തിയുള്ള മോന്തായ നാട്ടുകാരെ കണ്ടോട്ടെ എന്ന്, അല്ലെങ്കിൽ വൃത്തികേടുള്ള മോന്തായ നാട്ടുകാരെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ മന്ത്രി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? KSRTC ബസ്സുകളിൽ റീലുകൾ ബാൻ ചെയ്യും എന്നാണോ, അതല്ല മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കണം എന്നുള്ളതാണോ? അരുൺ, ഗുഡ് മോർണിംഗ്. കോൾ ഔട്ട് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ട്രെൻഡിന്റെ ഒരു ഇരയാണ് ഇപ്പോൾ കോഴിക്കോടുണ്ടായ ആള് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് KSRTC ബസ്സിനുള്ളിലെ ഇത്തരത്തിലുള്ള റീൽ ചിത്രീകരണം അത് വേണമോ വേണ്ടയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും ചിത്രീകരിക്കരുത് എന്ന് പറയാനുള്ള അധികാരം മന്ത്രിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരാളുടെ മാനാഭിമാനത്തെ കെടുത്തുന്ന തരത്തിലുള്ള റീൽസ് ചിത്രീകരണം വേണ്ട എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് KSRTC ബസ്സിനുള്ളിൽ മോശമായ ഒരു അനുഭവം, അതായത് ഒരു സ്പർശനമോ അല്ലെങ്കിൽ മോശമായ പെരുമാറ്റമോ മറ്റൊരു യാത്രക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അത് ഒരു തെളിവിന് വേണ്ടി ചിത്രീകരിച്ച് പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ ആണ് കൈമാറേണ്ടത്. പ്രത്യേകിച്ച് KSRTC ബസ്സിനുള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇത്തരത്തിൽ മ്യൂസിക്കൊക്കെ ചേർത്ത് എഡിറ്റ് ചെയ്ത് ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. വീഡിയോ എടുക്കുന്നത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരു പെൺകുട്ടിക്ക് ജെന്യുവനായിട്ട് അവൾക്ക് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവൾക്കത് വീഡിയോ എടുക്കാം, അത് സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള അപരാധി മക്കളെ നാട്ടുകാരറിയണം, ജനങ്ങൾ അറിയണം. അങ്ങനെ പെൺകുട്ടികളടുത്ത് മോശമായിട്ട് പെരുമാറുന്ന നാറികളെ ജനങ്ങൾ അറിയണം. കാരണം ഇനി അവനെയൊന്നും ഒരു മനുഷ്യരെ അടുപ്പിക്കാൻ പാടില്ല. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്ന നിലപാട്. പക്ഷെ ഇതുപോലത്തെ പുന്നാര മക്കൾ റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തനെ കരിവാരി തേച്ചപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഉട്ടായിപ്പാണെന്ന്. അപ്പുറത്ത് നിന്ന് അവൾ ഇപ്പുറത്ത് വന്നിട്ട് അവളുടെ സാമാനം കൊണ്ട് അങ്ങേർക്ക് തട്ടാൻ വേണ്ടി കണക്കിന് അവൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ എത്ര തന്തയ്ക്ക് പറഞ്ഞവളാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് ജെന്യുവനായിട്ട് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും രംഗത്ത് വന്ന് പ്രതികരിച്ചിട്ടുണ്ട്, പ്രതികരിച്ച് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ കാവടി മോളെ അല്ല, അവളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യത്തുമില്ല ഇനി ഒരു കാലത്ത്. അതുകൊണ്ട് KSRTC ബസ്സിലായാലും ഏത് ബസ്സിലായാലും ട്രെയിനിലായാലും പ്ലെയിനിലായാലും മോശം അനുഭവം റിയലായിട്ട് ജെന്യുവനായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ എടുക്കാം. അത് തെളിവ് സഹിതം അതിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് തന്നെ ചെയ്യും. പക്ഷെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മോളുകൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം കേട്ടാ. ഒരു ചേട്ടൻ അങ്ങനെ പൊളിച്ചെന്നേ പറയത്തുള്ളൂ. ഈ പരട്ട കിളവിക്ക് എന്നാ പാടെന്നാണ് ഞാനപ്പോൾ ആലോചിക്കുന്നത്. ഇവർക്ക് എന്തിന്റെ കേടാ? അവരാരാ? ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. സ്ത്രീകൾക്ക് ഇവിടെ പ്രിവിലേജ് കൊടുത്തതിന് ഏറ്റവും വലിയ വിഷയമായിട്ടുണ്ട്. കാരണം അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ രംഗത്ത് നിന്ന് പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പീഡന പരാതികളാവാം, പല രീതിയിലും അതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്. എൻ്റെ അമ്മയും സ്ത്രീയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന കുറെ അപരാധി മക്കൾ വരുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. നിങ്ങളുടെ ചൂട് പറ്റാണ്ടല്ലേ ഞാൻ കാച്ചോടത്തന്നെ കയറിയിരിക്കണം. വേണമെങ്കിൽ ഇവിടെ എന്താണ് നിങ്ങളെ വീട്ടിൽ കൊണ്ടാണ് ബസ് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങള് പണിയുണ്ടെന്നൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇരുന്നൂടാ. അഷ്ടേ ഇവിടെ ഇരുന്നോ എന്താണ് ബാരട്ട കളവി. അല്ലാണ്ട് ഇതിനൊക്കെ എന്നാ പറയാനാ? ആ പാവത്തിന്റെ നെഞ്ച് തിരിച്ചു കയറാണ്. അങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തു. ബിഗ് സല്യൂട്ട് ഏട്ടാ. ഒരുത്തിയും വെറുതെ ഇവിടെ അല്ല. ഇതുപോലെ എന്ത് അപരാധം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് അപരാധം ഇളവുമാർക്ക് കാണിക്കാമെന്നുള്ളൊരു തുറുപ്പുചീട്ട് എടുത്ത് ഇറങ്ങി നടക്കുന്നവളുമാർക്ക് അണ്ണാക്കി തന്നെ മറുപടി കൊടുക്കണം ചേട്ടനെ പോലെ. ഒരു കുഴപ്പമില്ല. സീറ്റിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. അവക്കാണെങ്കിൽ അപ്പുറത്ത് ഇരിക്കട്ടെ.
ഇവളുമാർക്കുള്ള പ്രിവിലേജിന് ആദ്യം എടുത്ത് കള. അതിനെയൊക്കെയാണ് മിസ്യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഓരോ മോളുകൾ. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇക്വാലിറ്റി വേണമെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ പ്രിവിലേജ് അവളുമാർക്ക് മാത്രം എടുത്ത് കൊടുക്കണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് വേണ്ട, അതെടുത്ത് മാറ്റണം. നമുക്കും വേണം നീതി. നമുക്കും ജീവൻ തന്നെ ഈ ശരീരത്തിൽ കൂടി ഓടുന്നത്. നമ്മളെ മുറിച്ചാൽ രക്തം തന്നെ വരുന്നത്. നമുക്കും വേണം നീതി. അല്ലാണ്ട് ഇവളുമാർക്ക് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കി കിണ്ടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പാൻ ഇന്ത്യൻ റീച്ച് ആഗ്രഹിച്ചവളല്ല, കേരളത്തിൽ കുറച്ച് റീച്ച് ആഗ്രഹിച്ചവൾ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി. ഇപ്പൊ ഇന്റർനാഷണൽ റീച്ച് കിട്ടിയിരിക്കുകയാണ്. ഞാനൊരു ന്യൂസ് കൊടുക്കുക, ആണോന്ന് അറിയില്ല. ഇത് ന്യൂസ് സത്യമാണെങ്കിൽ വളരെയധികം സന്തോഷം. أخبار العاجلة الليلة من دبي المشتبه به في قضية مقتل شمجخة مصطفى رجاء التواصل مع شرطة دبي لأي معلومات. ടിക്ടോക്കിൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് പുറത്തുള്ള ഒരു വ്യക്തി അയച്ചു തന്നൊരു ന്യൂസാണ്. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇപ്പോ ഉള്ള അവസ്ഥ. കാണണം, നിങ്ങൾ ജനങ്ങൾ കാണണം. ഒന്നും പറയാനില്ല, സഭാഷാണ്. ഇതുപോലത്തെ കാവടി മക്കളെ ദയവ് ചെയ്തിട്ട് എവിടെ കണ്ടാലും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇവള് ബാംഗ്ലൂരിലാ, അടുത്ത് ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോയി മുങ്ങി അവിടെ ഇവിടെ കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവള് എയർപോർട്ട് കടക്കത്തില്ല. അത് പോലീസുകാരുടെ കഴിവ് കേടന്നേ ഞാൻ പറയത്തുള്ളൂ. പോലീസുകാർക്ക് ഇതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഇതിപ്പോ ഇത്രയും ചർച്ച ആയതുകൊണ്ടാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവളുടെ അന്ത്യം കാണുന്നത് വരെ നമ്മൾ ഓരോരുത്തരും സംസാരിക്കണം. പക്ഷെ ഇതിന്റെ ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വന്നിട്ട് ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അവള് എന്നോട് സംസാരിച്ചപ്പോൾ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച് പൊടി ഭൂമോല എന്നൊക്കെ പറഞ്ഞ് കട്ടിയെന്നൊക്കെ പറയുന്നത് എനിക്ക് യോജിപ്പൊന്നുമില്ല. വെറും ചുമ്മാ തള്ളി മറിക്കല്ല എന്റെ പൊന്നാളിയന്മാരെ. അത്രയും വിഷയമാണ്. ഒരു കുടുംബമാണ് അവിടെ വഴിയാധാരമായി കിടക്കുന്നത്. ആ കുടുംബത്തിന് നശിപ്പിച്ച ഈ പുന്നാരമോളെ ജനുവിനായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിനൊരു കണ്ടന്റ് ആക്കി യൂസ് ചെയ്യാൻ നിൽക്കരുത്. റീച്ചൊക്കെ വേണോടെ, അത് ജനുവിനായിട്ട് മനസാക്ഷിക്ക് ഒത്തവണ്ണം ചെയ്യും. നമ്മളെല്ലാവരും വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കി തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ജനുവിനിറ്റിയോടെയാണ്. കണ്ട അപരാധി മക്കളെ എല്ലാം വലിച്ചീര് ഒട്ടിച്ചിട്ട് തന്നെയാണ് റീച്ച് ഉണ്ടാക്കണം. ഞാനായാലും നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും. അതുകൊണ്ട് അങ്ങനെ ജനുവിനായിട്ട് ഉണ്ടാക്കാൻ നോക്ക്. അല്ലാണ്ട് ഇപ്പം ഷിംജിതയുടെ എന്ത് എക്സ്ക്ലൂസീവ് സാധനം പൊട്ടിച്ചു കഴിഞ്ഞാലും റീച്ച് കിട്ടുമെന്ന് വച്ച് നമ്മൾ ഒരുമാതിരി ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയരുത് കേട്ടോ. അത് വളരെ മോശമാണ്. പിന്നെ ചില സമയത്ത് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരും. ഇവളൊക്കെ പോലെ ഉള്ളവളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോലത്തെ ഒരു വർത്തമാനമാണ്. ശ്രീലക്ഷ്മി അറയ്ക്കൽ. നിനക്കുള്ള മറുപടി ഞാൻ പിന്നെ തരാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.